Dear students, welcome to the new video lecture on circuits and networks. In today's video, we will be discussing about transfer functions and some of the problems related to transfer functions are also discussed. So, what is transfer function? The transfer function is used to describe networks which have at least two ports. It relates the voltage or current at one port to the voltage and current at another port. These functions are also defined as the ratio of a response transform to an excitation transform. Thus, there are four possible forms of transfer function. So, what do you mean by transfer function? These functions are used to describe networks which have at least two ports, which means that there should be at least one port. Generally, we will say it as an input port, and there will be an output port. So port means there should be two terminals at the input and two terminals in the output. We will be relating the quantities in this input terminal and output terminal. For relating that purpose, we are using actually these transfer functions. So it may relates the voltage or current at one port to the voltage and current at another port. സോ അങ്ങനെ ഒരു പോർട്ട് ഉണ്ടെങ്കിൽ രണ്ട് പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വയറുകൾ അല്ലെങ്കിൽ രണ്ട് ടെർമിനൽസ് ആണ്. ദർ വിൽ ബി ടു ടെർമിനൽസ് ഇൻ ദ ഇൻപുട്ട് സൈഡ് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്. സോ ആ ഇൻപുട്ട് ടെർമിനലിലത്തെ കറൻറ്റോ അതേപോലെ ഇൻപുട്ട് ടെർമിനലിലത്തെ വോൾട്ടേജും അതേപോലെ ഔട്ട്പുട്ട് ടെർമിനലിലത്തെ വോൾട്ടേജോ കറൻറ്റോ ഇത് തമ്മിലുള്ള റിലേഷൻസ് ആണ്, റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് പറയാം. ദീസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എ റെസ്പോൺസ് ട്രാൻസ്ഫോം ടു എൻ എക്സൈറ്റേഷൻ ട്രാൻസ്ഫോം. പിന്നെ ഈ വോൾട്ടേജും കറൻറ്റും ഒക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ക്വാണ്ടിറ്റികളാണ് നടക്കുക. റേഷ്യോ ഓഫ് റേഷ്യോ ഓഫ് റെസ്പോൺസ് ട്രാൻസ്ഫോം. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ്. എക്സൈറ്റേഷൻ മീൻ ഇൻപുട്ടിൽ നമ്മൾ ചിലപ്പോൾ കറണ്ട് കൊടുക്കാം അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കാം. അതേപോലെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ചിലപ്പോൾ അത് വോൾട്ടേജ് ആവും, കറണ്ട് ആവും. ഈ ഇൻപുട്ട് സപ്പോസ് നമ്മുടെ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ്, അപ്പോൾ ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജിൻ്റെ ട്രാൻസ്ഫോം എസ് ഡൊമൈൻ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫോം എന്ന് പറയുക. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അതേപോലെ ചിലപ്പോൾ എന്താണ്, വോൾട്ടേജും കറണ്ടും, ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജും ഇൻപുട്ടിലത്തെ കറൻറ്റും ആയിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്യുക. അത് വേറൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അങ്ങനെ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദസ് ദർ ആർ ഫോർ പോസിബിൾ ഫോംസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് തന്നെ എന്തുണ്ട്, ഫോർ പോസിബിൾ ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ജനറലി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ജി ഓഫ് എസ്. ദ ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് ടെർമിനലിലുള്ള വോൾട്ടേജിൻ്റെ ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ടെർമിനലിലത്തെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. വെറുതെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് represents voltage transfer function. So similarly the current transfer function is nothing but Laplace transform of output current divided by Laplace transform of input current. Then transfer impedance functions are there, that is generally represented by Z of S. Z of S means impedance. Impedance means its dimension will be of that of an impedance. That means in the numerator there will be a voltage and in the denominator it will be a current. And in all the transfer function the numerator will be related to output port and the denominator will be related to input port. So what is Z of S? The voltage at the Laplace transform of the voltage at the output terminal divided by Laplace transform of current at the input terminal will be the transfer impedance function. Similarly transfer admittance function. Admittance function means the numerator will be current and denominator will be voltage, current by voltage. So Laplace transform of output current divided by Laplace transform of input voltage represents Y of S. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So first one is voltage transfer function. Generally it is represented by the letter G of S. It is defined as the voltage transform at one port to the voltage transform at another port. So
ജനറലി ജി ഓഫ് എസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ജി ഓഫ് എസ്. ഈ ജി ഓഫ് എസ് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പറയാം. എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്പുട്ടിനെ ആവണം എന്നില്ല, ചിലപ്പോൾ ഇൻപുട്ടിനും വരാം. അതിനനുസരിച്ച് നമ്മൾ പേര് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ G12 ഓഫ് എസ് ഈസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. It represents V2 of S divided by V1 of S. V2 of S means output voltage divided by input voltage. That is represented by G12 of S. അതേപോലെ തന്നെ G21 of S എന്ന് പറഞ്ഞാൽ തിരിയും. V1 of S divided by V2 of S ആവും. ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് V2 റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ടിലത്തെ, 2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതൊക്കെ ഔട്ട്പുട്ടിലത്തെ ടേമാണ്, 1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്, ഇൻപുട്ടിലത്തെ ടേമാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് റെപ്രസെൻറ്റ്സ് G12 of S. Similarly, Laplace transform of input voltage divided by Laplace transform of output voltage represents G21 of S. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻപുട്ട് വോൾട്ടേജിനും ഔട്ട്പുട്ട് വോൾട്ടേജിനും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു നോ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. അത് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവാം, അതിങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. The next one is current transfer function. Current transfer function is generally denoted by the letter alpha. So what is alpha 12 of S? Alpha 12 of S will be I2 of S divided by I1 of S. What is I2 of S? It is the Laplace transform of output current divided by Laplace transform of input current, that is I1 of S. Similarly, alpha 21 of S will be I1 of S divided by I2 of S. That is Laplace transform of input current divided by Laplace transform of output current. So that is current transfer function alpha of S. അങ്ങനെ പല ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, ഇമ്പിഡൻസ്, ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ഫംഗ്ഷൻസ്. നേരത്തെ നമ്മൾ കറൻറ്റും വോൾട്ടേജ് ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പിഡൻസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. So it is defined as the voltage transform at one port to the current transform at another port. So വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷനാണ് എന്തിൽ പറയുന്നത്, ഇമ്പിഡൻസ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പറയുന്നത്. ന്യൂമറേറ്ററിൽ വോൾട്ടേജ് ആണ് വരിക, ഡിനോമിനേറ്ററിൽ കറൻ്റ് ആണ് വരിക. So Z12 of S in numerator it will be V2 of S divided by I1 of S. That is Laplace transform of output voltage divided by Laplace transform of input current. Then there is Z21 of S. Z21 of S means numerator will be a term related to input, that is V1 of S divided by I2 of S. Laplace transform of voltage at the input port divided by Laplace transform of current at the output port represents Z12 of S. So next one is transfer admittance function Y of S. So generally for admittance we will be using, in the numerator it will be current and the denominator it will be voltage. So it is defined as the current transform of at one port to the voltage transform at another port. Numerator current ആണ് വരിക, denominator voltage ആണ് വരിക. So Y12 of S can be defined as the Laplace transform of current at the output port divided by Laplace transform of voltage at the input port, that is V1 of S. Then Y21 of S can be represented as it is the ratio of Laplace transform of current at input port divided by Laplace transform of voltage at the output port, that is V2 of S. സോ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻപുട്ടിലത്തെ ഔട്ട്പുട്ടിലത്തെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആ നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. ഓക്കെ, സോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ പല നെറ്റ്വർക്കിൻ്റെയും ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറയും. അതായത് V2 of S by V1 of S അല്ലെങ്കിൽ V2 of S by I1 of S ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറയും. അങ്ങനത്തെ പ്രോബ്ലംസ്, ഇതിൻ്റെ ശരിക്കുള്ള യൂസ് നമ്മൾ അടുത്തൊരു സബ്ജക്റ്റ്, കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവും, അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആണ് നമ്മളൊരു സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അവിടെ ഒരു കോൺസെപ്റ്റും കൂടിയും വരും, വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും കൂടിയും വരും.
സോ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ, പല ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ Z12 ഓഫ് എസ് ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ. Z12 ഓഫ് എസ് 1 2 1ഉം 2ഉം തമ്മിലുള്ളത്. 1 2 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് V2 ആണ് വരിക. V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ I1 ഓഫ് എസ് ആണ് വരിക. സോ V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ I1 ഓഫ് എസ് നമുക്ക് കണ്ടുപിടിക്കാം ഈ നെറ്റ്വർക്കിൻ്റെ. ഓക്കെ, സോ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ എസ് ഡൊമൈനിലുള്ള നെറ്റ്വർക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് എസ് ഡൊമൈനിൽ നമുക്ക് മനസ്സിലായത്? ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് 1/CS എന്നാണ്. ദാറ്റ് മീൻസ് കപ്പാസിറ്ററിനെ എന്താക്കിയിട്ടുണ്ട്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ മിക്ക പ്രോബ്ലത്തിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവില്ല, കാരണം ട്രാൻസ്ഫർ ഫംഗ്ഷൻസിന് ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ 0 ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക. ആ ഡെഫിനിഷൻ ശരിക്കും നിങ്ങൾ പഠിക്കുന്നത് കൺട്രോൾ സിസ്റ്റത്തിലാണ്. സോ മിക്കവാറും ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ വരുന്നത് ഉണ്ടാവില്ല. സോ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Z12 ഓഫ് എസ് കണ്ടുപിടിക്കണം. Z ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ എന്തായാലും വോൾട്ടേജ് ബൈ കറണ്ടേ വരുള്ളൂ. V ഓഫ് എസ് ഡിവൈഡഡ് ബൈ I ഓഫ് എസ് ആണ് വരിക. ഈ V എന്ന് പറയുന്നത് എന്തായിരിക്കും? Z12 ഓഫ് എസ് ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ 2ഉം V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ I1 ഓഫ് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ V2 ഓഫ് എസും I1 ഓഫ് എസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നിന്നൊരു കറണ്ട് സോഴ്സ് I1 ഓഫ് എസ് ആണ്. I1 ഓഫ് എസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നിന്നൊരു കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് എന്തായാലും ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. സോ ഈ I1 ഓഫ് എസ് എങ്ങോട്ടാണ് പോവുള്ളൂ? ഇതേ കൂടെ ആണ് ഇങ്ങോട്ട് പോകുള്ളൂ അല്ലേ? സോ ഇതിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ കൂടെയുള്ള കറണ്ടാണ് എന്ത്? I1 ഓഫ് എസ്. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഈക്വലൻറ്റ്. ആറും 1/CS പാരലലാണ്. സോ അതിൻ്റെ ഈക്വലൻ്റ് നമുക്ക് എങ്ങനെ കാണാം? R × 1/CS ബൈ R പ്ലസ് 1/CS വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ട് റെസിസ്റ്റൻസ് പാരലൽ, R1 പാരലൽ R2 പറയുന്ന പോലെ R പാരലൽ 1/CS ആണ്. സോ R × 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഈക്വലൻ്റിൽ കൂടെയുള്ള, ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസിൽ കൂടെയുള്ള കറണ്ടാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ I1 ഓഫ് എസ്. I1 ഓഫ് എസിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇവിടെ എന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്. ഓക്കെ, ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഓപ്പൺ ആണെങ്കിലും ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നുണ്ട്, അതാണ് I1 ഓഫ് എസ് എന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും ഇവിടെ V1 ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു സോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ ഓപ്പൺ ആണ് കാണിച്ചിരിക്കുന്നെങ്കിലും അവിടെ എന്താണ്? ഒരു സോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഈ I1 ഓഫ് എസും ഇല്ല, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. ആ സോഴ്സിൻ്റെ വാല്യൂ ആണ് V1 ഓഫ് എസ്. അതിൽ നിന്ന് വരുന്ന കറണ്ടാണ് എന്ത്? I1 ഓഫ് എസ്. I1 ഓഫ് എസ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോവുള്ളൂ. ഓക്കെ, സോ ആ കിട്ടുന്ന ഇവിടെയുള്ള ടോട്ടൽ ഇമ്പിഡൻസിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് I1 ഓഫ് എസ്. സോ I1 ഓഫ് എസ് ഇൻറ്റു ആ ഇമ്പിഡൻസ്, ആ ഈക്വലൻ്റ് ഇമ്പിഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജ് കിട്ടും. ദാറ്റ് വോൾട്ടേജ് ഈസ് V2 ഓഫ് എസ്. സോ I1 ഓഫ് എസ് ഇൻറ്റു ദാറ്റ് Z ഈക്വലൻ്റ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ഇമ്പിഡൻസ് വിൽ ബി ഈക്വൽ ടു V2 ഓഫ് എസ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? V2 ഓഫ് എസ് ബൈ I1 ഓഫ് എസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നോക്കാം എന്താണ് ചെയ്തതെന്ന് നോക്കാം. സോ V2 ഓഫ് എസ് എന്താണ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, I1 ഓഫ് എസ് ഇൻറ്റു ആ ഈക്വലൻ്റ് ഇമ്പിഡൻസ് ആണെന്ന് പറഞ്ഞു. ഓരോ സർക്യൂട്ടിലും പല രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. നേരത്തെ സിമ്പിൾ സർക്യൂട്ടാണ്, അതിൽ ആ ഈക്വലൻസ് ഇമ്പിഡൻസ് എങ്ങനെ കാണണം? R പാരലൽ 1/CS ആണ്. അപ്പോൾ R × 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS, അതാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RCS പ്ലസ് 1 കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? V2 ഓഫ് എസ് ബൈ I1 ഓഫ് എസ് നമുക്ക് കിട്ടും. എന്താണ് കിട്ടുക? ഇങ്ങനെയാണ് കിട്ടുക, RCS പ്ലസ് 1. സോ നമുക്ക് എന്ത് എഴുതാം? Z12 ഓഫ് എസ് ഈസ് ഈക്വൽ ടു V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ I1 ഓഫ് എസ് വിച്ച് വിൽ ബി ഈക്വൽ ടു, നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയുള്ളത്, 1/C × S പ്ലസ് 1/RC. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് എക്സാമ്പിൾ ഈസ് ക്ലിയർ. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ I1ഉം V2ഉം തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എല്ലാത്തിനും നമ്മളിങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി മറ്റേ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. നേരത്തെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സോ ഇവിടെ ഫൈൻഡ് ദ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ V12 ഓഫ് എസ്. V12 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സോ V12 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? V12 ഓഫ് എസ്
വി വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ V12 അല്ല G ആണ് കേട്ടോ, തെറ്റ് എഴുതിയുള്ളതാണ്. G12 ആണ് നമുക്ക് കണ്ടുപിടിക്കുക. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ G കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ G12 നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? V2 ഡിവൈഡഡ് ബൈ V1. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലും വോൾട്ടേജ് ആണ്, ഡിനോമിനേറ്ററിലും വോൾട്ടേജ് ആണ്. ന്യൂമറേറ്ററിൽ V2 എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നോക്കണം, G12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ വരേണ്ടത് എന്താണ്? 1 നിന്ന് 2 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ 2 വരണം, ഡിനോമിനേറ്ററിൽ എന്ത് വരണം? 1 വരണം. സോ V2 ഡിവൈഡഡ് ബൈ V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V2 V1 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ഈ സർക്യൂട്ട് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. ഓക്കെ, പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാം. എന്താണ് ഈ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൽ കൂടെയുള്ള കറണ്ട് ഇൻറ്റു ഈ ഇമ്പിഡൻസ് ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെയും പറയാം. ഇനി ഇതിൽ കൂടെയുള്ള കറണ്ട്, ഈ കറണ്ട് എന്തായിരിക്കും? ഈ കറണ്ടാണ് ഇവിടെ നിന്ന് വരുന്നത്. ഓക്കെ, അതിൽ നിന്ന് അപ്പോൾ I1 ആദ്യം കണ്ടുപിടിച്ചിട്ട് I1 ഇൻറ്റു 1/CS ആണ് എന്ത് വരിക? V2 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. സോ I1 എന്ത് വരും എന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അതിലും എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനും ഈ രണ്ട് ഇമ്പിഡൻസിനും അക്രോസുള്ള വോൾട്ടേജാണ്. അതായത് R-നും 1/CS-നും അക്രോസുള്ള ടോട്ടൽ വോൾട്ടേജ് ആണ് എന്ത്? V1. ഓക്കെ, സോ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇതിന് രണ്ടിനും അക്രോസുള്ള ടോട്ടൽ വോൾട്ടേജ് ആണ് V1. നമുക്ക് ഇതിന് മാത്രം അക്രോസുള്ള വോൾട്ടേജ് ആണ് നമ്മുടെ V2. അത് കണ്ടുപിടിക്കാൻ ശരിക്കും വോൾട്ടേജ് ഡിവിഷൻ റൂളിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഇമ്പിഡൻസും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ്. ഇവിടെ ഒരു ഇമ്പിഡൻസ് വന്നാൽ എന്താണ് അതിനർത്ഥം? ഈ വോൾട്ടേജ് ആവില്ല ഇതിന് അക്രോസുള്ള വോൾട്ടേജ്. സോ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് V2 V1 തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും ഈ V2? ഇതിന് രണ്ടിനും അക്രോസുള്ള ടോട്ടൽ വോൾട്ടേജാണ് V1. സോ V2 എന്ന് പറയുന്നത് എന്താ? ഇത്രയും ഭാഗത്ത് മാത്രമുള്ള വോൾട്ടേജാണ്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? V2 വിൽ ബി ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ആണ് V1 ഇൻറ്റു V1 ഇൻറ്റു ഏത് ഭാഗത്തെ വോൾട്ടേജാണ്? 1/CS-ലത്തെ വോൾട്ടേജാണ് കണ്ടുപിടിക്കണമെങ്കിൽ 1/CS ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് R പ്ലസ് 1/CS ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യൂസിങ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? V1 ഈസ് ദ ടോട്ടൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു 1/CS-ന് അക്രോസുള്ള വോൾട്ടേജ് ആണ് V2. സോ V1 ഇൻറ്റു 1/CS ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് R പ്ലസ് 1/CS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ V1 നിന്ന് V2 കിട്ടും. സോ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു, ഒന്ന് ചെറുതാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടി? അവിടെ 1/RCS പ്ലസ് 1 കിട്ടി. അതിനെ വീണ്ടും RC പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. 1/RC ഡിവൈഡ് ബൈ S പ്ലസ് 1/RC. നമ്മുടെ ജനറൽ ഫോമിലേക്ക് എത്തിക്കാനാണ്, നമ്മുടെ ലാപ്ലേസ് ഇൻവേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഈ ലാസ്റ്റത്തെ ടേമിൻ്റെ എളുപ്പമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. സോ ഇത്രയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാം? V2 ബൈ V1 എന്താണെന്ന് എഴുതാൻ പറ്റും. ഈ V1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, സോ V2 ഡിവൈഡഡ് ബൈ V1 എന്ത് കിട്ടി? 1/RC ഡിവൈഡഡ് ബൈ S പ്ലസ് 1/RC എന്ന് കിട്ടി. സോ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തെടുക്കുകയാണ്? വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ. എന്താണ് ശരിക്കും വോൾട്ടേജ് ഡിവിഷൻ റൂൾ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ടോട്ടൽ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V1 ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ R1 ഇവിടെ R2 എന്ന് വിചാരിക്കുക. ഈ R2-ന് അക്രോസുള്ള വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് V2 ആണെന്ന് വിചാരിക്കുക. V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? V1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അതേ കാര്യം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ ഇതിന് രണ്ടിനും കൂടിയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്ത്? V1. സോ V1 നമുക്കറിയാം. V2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? V1 ഇൻറ്റു എന്ത് ചെയ്യണം? 1/CS ഇവിടുത്തെ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് R പ്ലസ് 1/CS ചെയ്ത് കഴിഞ്ഞാൽ V2 ആവും. സോ V2 ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ്
1/CS. ആ റിലേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതല്ലാണ്ട് വേറെ വല്ല സർക്യൂട്ടുകളും വന്നു കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് ആക്കാൻ നോക്കിയിട്ട് ഇതേ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. വോൾട്ടേജ് ഡിവിഷൻ, വോൾട്ടേജിൻ്റെ റിലേഷൻസ് കിട്ടും. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ KVL എഴുതുക. അവിടെ KVL എഴുതുമ്പോൾ ഈ I1 തന്നെയാണ് ഇതിൽ കൂടെ പോകുന്നത്. അപ്പോൾ V1 I1 ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I1 കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് ഇംപീഡൻസ്. ശരിക്കും പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS ആണ് വരിക. ദെൻ I1 ഇൻറ്റു ഇവിടുത്തെ ഇംപീഡൻസ് ആണ് എന്ത് വരിക? V2 വരിക. അതിൽ I1 പകരം I1 എന്താണെന്ന് കണ്ടുപിടിച്ച ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതേ സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ ഇവിടെ KVL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ V2 ബൈ V1 കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത് സെക്കൻഡ് എക്സാമ്പിളാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ കുറച്ചുകൂടി വലിയ സർക്യൂട്ടാണ്. ഇവിടെയും വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് V12 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. V12 കണ്ടുപിടിക്കുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കറണ്ട് എന്താണ്? 0, I2 എന്ന് പറയുന്നത് 0 എന്നും പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും I2 0 ആയിട്ടായിരിക്കും വരിക. I2 0. ദെൻ ഇവിടെയും പിന്നെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ കപ്പാസിറ്റർ 1 ഫാരഡ് എന്ന് പറയുന്നത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം കപ്പാസിറ്റൻസ് C ആയിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ഡൊമൈനിൽ ചെയ്തിട്ടില്ല. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിനെ എന്ത് ചെയ്യണം? എസ് ഡൊമൈനിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? നമ്മുടെ V2 ബൈ V1 കണ്ടുപിടിക്കാൻ. ഇവിടെ V12 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് V2 ബൈ V1 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നെ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ നമ്മുടെ കപ്പാസിറ്റൻസ് എന്തായി? ഇവിടെ 1/CS ഫാരഡിൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ ഇത്ര 1 ഫാരഡാണ്. അതുകൊണ്ടാണ് 1/CS 1/S ആയത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V2. ശരിക്കും പറഞ്ഞാൽ ഇവിടെ V2 ആണ്, ഇത് V1 ആണ്. V2 ബൈ V1 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിന് നമുക്ക് നേരത്തെ സർക്യൂട്ടിൽ ചെയ്ത അതേ കാര്യം ആ സർക്യൂട്ട് പോലെ വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിന് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് നോക്കുക, ഇത്രയും ഭാഗം, ഓക്കെ, ഈ ഭാഗത്തിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശരിക്കും ഇതെന്താണ്? ഒരു ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കാണ്. ഇത് ഒരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്. ഇപ്പോൾ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കാണ്. ആ ഡെൽറ്റേനെ നമുക്ക് എന്താക്കിയാൽ മതി? സ്റ്റാർ ആക്കി വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ആ ഭാഗം ഞാൻ എസ് ഡൊമൈൻ ഈക്വലൻ്റിൽ ആ ഭാഗം കൺസിഡർ ചെയ്തു. അതിനെ സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 3 പുതിയ ഇമ്പിഡൻസുകൾ വരും. ആ ഇമ്പിഡൻസുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റേനെ സ്റ്റാർ ആക്കാനുള്ള ഇക്വേഷൻ ചെയ്യേണ്ടത് എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസുകൾ. ഇപ്പോൾ ഈ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് എന്താ? അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു 6ഉം ഇത് 6 ആണെച്ചാൽ R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ ഡെൽറ്റയിലത്തെ 6. അതേപോലെ ഇവിടെ ആണെച്ചാൽ എന്ത് ചെയ്യണം? ഈ ഇമ്പിഡൻസ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഓക്കെ, ഈ ഒരു ടേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇൻറ്റു 1/S ഡിവൈഡഡ് ബൈ ആ ഡെൽറ്റയിലത്തെ ടോട്ടൽ ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് 1 പ്ലസ് 1/S പ്ലസ് 1/S ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടും. ദെൻ അതേപോലെ തന്നെ ഈ ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടാനോ 1 ഇൻറ്റു 1/S ഡിവൈഡഡ് ബൈ ആ ഡെൽറ്റയിലത്തെ 3 ടേം 1 പ്ലസ് 1/S പ്ലസ് 1/S ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമും കിട്ടും. ഇനി അതേപോലെ ഇവിടുത്തെ ടേം കണ്ടുപിടിക്കാൻ എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടുള്ളത് 1/S ഇൻറ്റു 1/S ഡിവൈഡഡ് ബൈ 1/S പ്ലസ് 1/S പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമും കിട്ടും. അപ്പോൾ ഡെൽറ്റേനെ സ്റ്റാർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെൽറ്റയിലത്തെ ഇമ്പിഡൻസുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഡെൽറ്റയിലെ ഇമ്പിഡൻസുകൾ ഉണ്ടാകില്ല. പകരം എന്താവും? നമ്മുടെ നെറ്റ്വർക്ക് ഇത് രണ്ടും സീരീസ് ആവും, ഇതിങ്ങനെയാവും, ഇതിങ്ങനെയായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക്. ഓക്കെ, സോ നമ്മൾ ആ ഡെൽറ്റേനെ എന്താക്കാണ്? സ്റ്റാർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈക്വലൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസുകൾ നമുക്ക് 1/S പ്ലസ് 2, നിങ്ങൾ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/S പ്ലസ് 2 1/S പ്ലസ് 2 ആൻഡ് ദിസ് വൺ ദ കോമൺ തിങ് വിൽ ബി 1/S പ്ലസ് 1/S പ്ലസ് S ഇൻറ്റു S പ്ലസ് 2 ആയിട്ട് കിട്ടും. ദെൻ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 1 പ്ലസ് 1/S പ്ലസ് 2 ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഈ
I2 0 ആയതുകൊണ്ട് ഇതേ കൂടെ കറണ്ട് ഒന്നുമില്ല. ഇവിടെ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ ക്രോസ് വോൾട്ടേജ് ഉണ്ടാവില്ല. വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഇതിനെ വരയ്ക്കുന്നതും വരയ്ക്കാത്തതും ഒരേപോലെയാണ്. സോ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. സോ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഇമ്പിഡൻസ്, ഇവിടെ ഒരു ഇമ്പിഡൻസ്. സോ V2 ബൈ V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V2 കാണാൻ എന്ത് ചെയ്താൽ മതി, V2 വിൽ ബി ഈക്വൽ ടു V1 ഇൻറ്റു ഇവിടുത്തെ ഇമ്പിഡൻസ്, ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇത് പ്ലസ് ഇത്. അതാണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് ഇവിടെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തത്. V2 കാണാൻ എന്ത് ചെയ്യും, ടോട്ടൽ ഇമ്പിഡൻസ്, ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു V1 ഇൻറ്റു ഈ 1/s പ്ലസ് 1/s ഇൻറ്റു S+2ന് അക്രോസുള്ള വോൾട്ടേജ് ആണ് എന്ത്, V2. സോ V1 ഇൻറ്റു ആ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V2 കിട്ടും. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് V2 ബൈ V1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും കിട്ടുക, 1/s² പ്ലസ് 3s പ്ലസ് 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, സോ എപ്പോഴും ഈ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി ഇതല്ലാണ്ട് വേറെ വല്ലതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷ് ഇക്വേഷൻസ് എഴുതേണ്ടി വരും. മെഷ് ഇക്വേഷൻസ് എഴുതിയിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ നോക്കാം.